ഒന്ന് സൗണ്ട് കുറച്ചേടി, ഞാൻ വീഡിയോ ഒന്ന് തീർത്തോട്ട്. 24 മണിക്കൂർ വീഡിയോ ബഹളമാണ് ഇവിടെ. വീഡിയോ ബഹളമല്ല, TV ബഹളം. അപ്പോൾ നമ്മൾ ചില സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ മിക്കികളുണ്ടല്ലോ, മിക്കികൾ എന്നാണ് പറയുന്നത്, നമ്മുടെ ഈ ഗൗരാമികൾ കിടക്കുന്ന ടാങ്ക് അത്രയും വലിപ്പം പോരാ, ജയൻറ്റ് ഗൗരാമിക്ക് കുറച്ചുകൂടെ ടാങ്ക് വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ചിലരൊക്കെ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു നമ്മളെ ഗൗരാമീസിനെ എന്തുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവന്ന 1.8 മീറ്റർ ടാങ്കിലേക്ക് ഇട്ടുവിടാം. അപ്പോൾ നമ്മുടെ അതിൽ ഓൾറെഡി ഒരു 1.8 മീറ്റർ ടാങ്ക് ഉണ്ട്. പുറത്ത് പോലടാ, അപ്പോൾ നമ്മുടെ ചെറുക്ക പുറത്തേക്ക് ഓടാൻ പോകണം. ഡോർ തുറന്നപ്പോൾ ഇടി വരെ പിടിച്ചേ. നമ്മുടെ അതിൽ ഓൾറെഡി ഒരു, എന്നാൽ നീയും കൂടെ പുറത്തിറങ്ങ്, അവന് പുറത്തിറങ്ങാൻ വേണ്ടി. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു 1.8 ടാങ്ക് ഉണ്ട്. ഈ 1.8 ടാങ്ക് പിന്നെ അതിനകത്തിപ്പോൾ ഏഞ്ചൽസ് ആണുള്ളത്. നമ്മൾ കുറച്ച് വളരുന്ന ഏഞ്ചൽസ് കുറച്ചുകൂടെ വളർന്നോട്ടെ എന്ന് വെച്ചാൽ ഒരു ഗ്രോട്ട് ടാങ്ക് പോലെ ഇട്ടാണ്, പക്ഷേ അതിൽ വളർച്ച കുറവാണ്. അപ്പോൾ അത്രയും വലിയൊരു ടാങ്കിൻ്റെ ആവശ്യം അവർക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഗൗരാമീസിനെ അതിലേക്ക് മാറ്റാൻ പോവാണ്. മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മുടെ അരോണ ഇടാൻ പോവാണ്. എങ്ങനെയുണ്ട് ഐഡിയ? പലരും പറയുന്നുണ്ട് നമ്മളെ സുൽത്താനെ തിരിച്ചു കൊണ്ടുവരണം, സുൽത്താനെ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ. അപ്പോൾ നമ്മളൊരു സുൽത്താനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ നല്ലൊരു അരോണയെ, സിൽവർ അരോണയെ ഇതിലേക്ക് ഇടാൻ പോവാണ്. നമ്മുടെ കയ്യിലുള്ള 2 എണ്ണത്തിൽ അത് പേരാവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ അതിൽ നല്ലവനെ ഇതിലേക്ക് മാറ്റാൻ പോവാണ്. മറ്റവൻ അവിടെ തന്നെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. പുറത്തെ ടാങ്കാന്ന് തോന്നല്ലേ സ്മെല്ല്? ഇവന്മാർ ഓടുന്നുണ്ട്, ഇവർക്ക് അറിയാം ഞാൻ പിടിക്കാൻ വരുന്നതാണ്. ബാടെ നിങ്ങളെ വലിയ ടാങ്കിലേക്ക് ആക്കാനല്ലേ പിടിക്കുന്നത്, വെറുതെ അല്ലല്ലോ. നിങ്ങൾ വലിയ ടാങ്കിലേക്ക് ആക്കാനല്ലേ പിടിക്കുന്നത്. ബാ 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 കമോൺ തുള്ളല്ലേ. അതോ മിക്കി കമോൺ. എൻ്റെ മൈക്കിന് വരെ വെള്ളമാക്കി. എന്നാ മൈക്ക് അവിടെ വെച്ചേ. ഗൗരാമി നമ്മൾ ചെയ്തത് കണ്ടോ കംപ്ലീറ്റ് കുളിപ്പിച്ച്. ഞാൻ ഫസ്റ്റ് അതിൽ നിന്ന് എടുത്തിട്ട് പോണ്ടിലിട്ടിട്ട് രണ്ടാമത് തെർമോക്കോൾ ബോക്സിലേക്ക് എടുത്താക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. ഇപ്പോൾ ചെയ്ത അവസ്ഥ കണ്ടത്, എല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കുവാണ് അവിടെ. അയ്യോ, ഏതായാലും കൊള്ളാം. പണി വരുന്ന വഴികൾ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പണികൾ വന്നിരിക്കുകയാണ്. ഡാൻസ് കളിക്കുന്നതല്ലേ, നിലം തോർത്തുന്നതാണ്. പാട്ട് അവിടെ ഓടുന്നുണ്ട്. നിലം തുടച്ചിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ ചിലപ്പം ടാങ്ക് ഉൾപ്പെടെ പുറത്തായി പോകും. അതുകൊണ്ട് നമ്മൾ തന്നെ തുടച്ച് ക്ലീനാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. നമ്മളായി ഉണ്ടാക്കിയ വേസ്റ്റ് നമ്മളായി ശരിയാക്കും. ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച 1.8 മീറ്റർ ടാങ്കും ആ ടാങ്കിനകത്തുള്ള നമ്മുടെ ഏഞ്ചൽ ഫിഷുകളും. ഇതൊരു ഏകദേശം ഒരു 19 ഏഞ്ചൽ ഫിഷുകളോളേ ഉള്ളൂ. ഇവരെ നമ്മൾ വേറെ നമുക്കൊരു ഗ്രോട്ട് ടാങ്കുണ്ട്. ആ ഒരു ഗ്രോട്ട് ടാങ്കിൽ ഓൾറെഡി ഏഞ്ചൽ ഫിഷുകളുണ്ട്. നമ്മൾ ഇവരെയും കൂടെ അതിൻ്റെ കൂട്ടത്തിലിടും. കാരണം ഇത്രയും വലിയൊരു ടാങ്ക് കുറച്ച് ഏഞ്ചൽ ഫിഷിന് വേണ്ടി വേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. എന്നാൽ നമ്മുടെ മിക്കികൾ അവിടെ ചെറിയ ടാങ്കിനകത്തിരുന്ന് കഷ്ടപ്പെടുകയും വേണ്ട. അതുകൊണ്ട് നമ്മൾ അവരെ ഇതിലേക്ക്, അവരെ ഇപ്പോൾ പിടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ നമ്മൾ ഈ ടാങ്കിലേക്കാണ് ഇനി ഇടാൻ പോകുന്നത്.